ചന്തു തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ചന്തു, പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു സ്ഥിരീകരണം ഉണ്ടായി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിലൊരു ചന്തു കേൾക്കുന്നുണ്ടെങ്കിൽ ഈ മൃതദേഹത്തിന്റെ ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് ഇത് ജോയ് ആണ് എന്നുള്ള തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നൊരു സ്ഥിരീകരണം വന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഉള്ള വിവരങ്ങൾ. മൂന്ന് ദിവസം നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഇന്ന് നേവി സംഘമാണ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത്. സോണാർ സംവിധാനം ഉപയോഗിച്ചാണ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത്. ആ ഘട്ടത്തിലാണ് ഉപ്പിലാമൂടിന് സമീപം ഒരു മൃതദേഹം പൊങ്ങിയത്. ഇത് ജോയിയുടേതാണ് എന്ന തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു സ്ഥിരീകരണം വന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. 2 പകലും 2 രാത്രിയും നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ ഉപ്പിലാമൂടിന് സമീപം മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ജോയിയുടേതാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേവിയുടെ സംഘം, NDRFന്റെ സംഘം, സ്ക്യൂബ ടീം, ഫയർഫോഴ്സ് തുടങ്ങി സംയുക്തമായ തിരച്ചിലാണ്. 3 ദിവസം നീണ്ട സംയുക്തമായ തിരച്ചിലായിരുന്നു തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട്ടിൽ നടത്തിയത്. 3 ദിവസം മുൻപാണ് ജോയി ശുചീകരണ തൊഴിലാളിയാണ്. ശുചീകരണം നടത്തുന്നതിനിടെ തോട്ടിൽ അപകടത്തിൽപ്പെട്ടത്. 5 ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. 5, 3 ദിവസം നീണ്ട പരിശോധനയ്ക്കൊടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വാർത്ത പുറത്തു വരുന്നത്. ഈ മൃതദേഹം ജോയിയുടേതാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. 5 നിലവിലെ ഫിസിക്കൽ ഫീച്ചർ അനുസരിച്ച് ജോയി ആണെന്നുള്ളൊരു സംശയമാണ് നിലവിൽ ഇപ്പോൾ പോലീസ് ഉൾപ്പെടെ പങ്കുവെക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഈ വലിയ തരത്തിലുള്ള തെരച്ചിലായിരുന്നു ജോയിക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു മൃതദേഹം ഈ തകരപ്പറമ്പിനും ഉപ്പിലാമൂടിനും ഇടയിൽ ആയിട്ട് കണ്ടെത്തിയതിനു ശേഷം ഇപ്പോൾ ഉടൻ തന്നെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റിയിട്ടുണ്ട്. നാട്ടുകാരാണ് ഇത്തരത്തിലൊരു മൃതദേഹം ഇവിടെ കണ്ടെത്തിയതിനെ കുറിച്ച് പോലീസിനെ അറിയിക്കുന്നത് എന്നാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. എന്തായാലും നാവികസേന ഉൾപ്പെടെ ഒരു വശത്ത് തിരച്ചിൽ ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ ഈ ഭാഗത്ത് ഇത്തരത്തിലൊരു മൃതദേഹം കണ്ടെത്തതായിട്ടുള്ളൊരു സൂചന വരികയും അതിനെ തുടർന്ന് പോലീസും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം ഈ തകരപ്പറമ്പ് ഭാഗത്തേക്ക് വന്ന് പരിശോധിക്കുമ്പോഴാണ് അത്തരത്തിലൊരു മൃതദേഹം ഇവിടെ കാണുന്നത്. തുടർന്ന് ആ മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഫയർഫോഴ്സ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു വസ്ത്രം കൂടി മൃതദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നേരത്തെ ഒരു സൂചന പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് വൃത്തിയാക്കാൻ ഇറങ്ങുന്നതിനിടയിൽ ജോയി ധരിച്ചിട്ട് വന്നിരുന്ന വസ്ത്രം പുറത്ത് ഊരി വച്ചിട്ടുണ്ടായിരുന്നു എന്നായിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ ഒരു വസ്ത്രത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ മൃതദേഹം ഇവിടെ കണ്ടെത്തുന്നത്. ഇവിടെയും നിറയെ അഴുക്ക് നിറഞ്ഞിട്ടുള്ള മാലിന്യം കെട്ടിക്കിടക്കുന്ന ഒരു കൂമ്പാരത്തിനരികിൽ വെച്ചാണ് ഇത്തരത്തിലൊരു മൃതദേഹം കണ്ടെത്തുന്നത്. അതിനുശേഷം ഈ ഫയർഫോഴ്സിന്റെ മുങ്ങൽ വിദഗ്ധർ ആണ് ഈ മൃതദേഹം ഇവിടെ നിന്ന് ഈ ഓടയിൽ നിന്ന് പുറത്തേക്ക് എടുത്തത്. നിലവിലിപ്പോൾ അത് ജോയി തന്നെയാണോ എന്ന് പൂർണ്ണമായിട്ടും ഉറപ്പിക്കാനുള്ള ഘട്ടമായിട്ടില്ല. നിലവിലുള്ള ഫിസിക്കൽ ഫീച്ചർ വെച്ചിട്ട് ആണ് ഇപ്പോൾ പോലീസ് അത്തരത്തിലൊരു ജോയി ആണെന്നുള്ളൊരു സംശയം ഇപ്പോൾ മാധ്യമങ്ങളോടടക്കം പങ്കുവെക്കുന്നത്. ശരി, തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ജോയി 46 മണിക്കൂറിന് ശേഷം വാർത്തകൾ പുറത്തു വരുമ്പോൾ ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ്. ജോയിയുടെ മൃതദേഹം കണ്ടെത്തി എന്നുള്ളത്. പഴവങ്ങാടി തകരപ്പറമ്പ് വഞ്ചിയൂർ റോഡിലെ കനാലിലാണ് മൃതദേഹം കണ്ടെത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. 3 ദിവസം നീണ്ട തെരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ മൃതദേഹം പഴവങ്ങാടി തകരപ്പറമ്പ് വഞ്ചിയൂർ റോഡിലെ കനാലിൽ പൊങ്ങിയത്. റെയിൽവേയുടെ ഭാഗത്തുള്ള കനാലിലാണ് ജോയുടെ മൃതദേഹം പൊങ്ങിയത് എന്നാണ് മനസ്സിലാകുന്നത്. റെയിൽവേയുടെ ഭാഗത്തു നിന്നും വെള്ളം ഒഴുകിയെത്തുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. പോലീസ് അടക്കം ഇത് ജോയിയുടെ മൃതദേഹമാണ് എന്നത് സ്ഥിരീകരിച്ചു എന്നുള്ള തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇനിയും അതിന് തുടർ പരിശോധനകൾ
നടത്തേണ്ടിയിരിക്കുന്നു. 46 മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. NDRFിന്റെ സംഘം, ഫയർഫോഴ്സിന്റെ സംഘം, ഒപ്പം സ്ക്യൂബ ടീം, ഇന്ന് നേവിയുടെ സംഘമടക്കം സ്ഥലത്ത് തിരച്ചിൽ നടത്തുകയായിരുന്നു. വലിയ മാലിന്യമായിരുന്നു. ഈ മാലിന്യം നീക്കിയുള്ള തിരച്ചിൽ അതീവ ദുഷ്കരമായിരുന്നു. ആദ്യഘട്ടത്തിൽ തിരച്ചിലിനേറ്റ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ മാലിന്യ കൂമ്പാരം തന്നെയായിരുന്നു. ഇതൊക്കെ നീക്കിയുള്ള തിരച്ചിലായിരുന്നു ആമയിഴഞ്ചാൻ ചാലിൽ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. ആ ഘട്ടത്തിലാണിപ്പോൾ ഒരു മൃതദേഹം ഉപ്പിലാമൂട് പൊങ്ങുന്നത്. അത് ജോയിയുടേതാണ് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അഞ്ജു തുടരുന്നുണ്ട്. അഞ്ജു, ഇനി മുന്നോട്ടുള്ള നടപടികൾ എപ്രകാരമായിരിക്കും? നിലവിൽ ഈ മൃതദേഹം ഇപ്പോൾ ആംബുലൻസിൽ കയറ്റി അതിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുകയാണ്. ഇപ്പോൾ നിലവിൽ ഈ കാണാതായിട്ടുള്ള അല്ലെങ്കിൽ ഈ അപകടം നടന്നിട്ടുള്ള ടണലിന്റെ ഭാഗത്ത് ഇപ്പോഴും നാവികസേനാ സംഘം നേരത്തെ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആ പരിശോധന നടത്തുന്നതിൽ നിന്ന് നാവിക സംഘം പുറത്തോട്ടേക്ക് വരുമോ എന്നുള്ള കാര്യം കൂടി ഇത്തരത്തിലൊരു മൃതദേഹം കിട്ടിയ സ്ഥിതിക്ക് അത്തരത്തിലേക്കൊരു നീക്കം ഉണ്ടാവുമോ എന്നുള്ളതാണ് കാണേണ്ടത്. നിലവിൽ ആ ടണലിനുള്ളിലേക്ക് ഈ നാവികസേനയുടെ ഒരു മുങ്ങൽ വിദഗ്ധൻ സോണാർ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തുകയായിരുന്നു. അതിന്റെ വശങ്ങളിലൊക്കെ പരിശോധന നടത്തുകയായിരുന്നു. ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെ മുങ്ങൽ വിദഗ്ധരും സ്കൂബ ടീം അംഗങ്ങളും ഒക്കെ ആ ഭാഗത്ത് വലിയ തരത്തിൽ പരിശോധന നടത്തുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു വാർത്ത അറിയുന്നത്. എന്തായാലും വളരെ സങ്കടകരമായിട്ടുള്ള വാർത്തയാണ്. ജീവനോടുകൂടി തന്നെ ജോയിയെ തിരിച്ചു കിട്ടുമെന്ന രീതിയിലായിരുന്നു ശക്തമായിട്ടുള്ള പരിശോധന ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ആദ്യഘട്ടങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഇത് കണ്ടെത്തിയത് ഈ മൃതദേഹം ജോയിയുടേതാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. നിലവിലിപ്പോൾ ചെറിയ സൂചനകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ജോയി ആയിരിക്കാം എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. പക്ഷേ സ്ഥിരീകരണം ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. നിലവിലിപ്പോൾ നമുക്കറിയുന്നത് പോലെ വലിയ തെരച്ചിലായിരുന്നു കഴിഞ്ഞ കുറേ മണിക്കൂറുകളായിട്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ 48 മണിക്കൂറിലധികമായിട്ട് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഇത്രയും വെല്ലുവിളി അല്ലെങ്കിൽ ഈ ജോയിയെ കണ്ടെത്തുന്നതിന് ഇത്രയും വലിയ വെല്ലുവിളി തീർത്തത് ഒരു മാലിന്യ കൂമ്പാരമാണ്. പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. 3 ദിവസം നീണ്ട തിരച്ചിലായിരുന്നു. ഒരു നാടിന്റെ മുഴുവൻ പ്രാർത്ഥന ജോയിയോടൊപ്പം ഉണ്ടായിരുന്നു. ജോയിയെ ജീവനോടെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ഒരു നാടിന്റെ മുഴുവൻ പ്രാർത്ഥന ഒപ്പമുണ്ടായിരുന്നു. 2 പകലും 2 രാത്രിയും നീണ്ട തിരച്ചിലിനൊടുവിൽ ഇന്ന് 3ാമത്തെ ദിനമാണ് ജോയിയുടെ മൃതദേഹം ഇപ്പോൾ ഉപ്പിലാമൂട് പൊങ്ങിയിരിക്കുന്നത്. തെരച്ചിലിന് നേതൃത്വം നൽകിയ ഫയർഫോഴ്സ് ടീമിന്റെ പ്രവർത്തകരോടൊപ്പം ചേരുന്നുണ്ട് ചന്തു ചന്ദ്രശേഖർ. ചന്തു, എന്താണ് ഫയർഫോഴ്സ് ടീം ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്?